ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പബ്ലിസിറ്റിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് പബ്ലിസിറ്റി എന്നുള്ളത് നോക്കാം. Publicity is a non-personal communication about an organization or its product that is transmitted through a mass medium in the form of news but not paid for by the organization. അപ്പോൾ പബ്ലിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രചാരണം എന്നാണ്. സോ പബ്ലിസിറ്റി ഈസ് എ നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇതൊരു നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഓർഗനൈസേഷൻ അവരുടെ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. മാസ് മീഡിയയിലൂടെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇൻ ദ ഫോം ഓഫ് ന്യൂസിന്റെ ഫോമിലാണ് ഇത് എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് പെയ്ഡ് ഫോർ ബൈ ദ ഓർഗനൈസേഷൻ. അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് പെയ്ഡ് ഫോർ ബൈ ദ ഓർഗനൈസേഷൻ അല്ലെ. ഇവിടെ പേയ്മെന്റ് എന്ന് പറയുന്നത് എന്തില്ല, നടത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു ഡെഫിനിഷൻ കൂടെ പറയുന്നുണ്ട്. ഡേവിഡ് യേൽ ഡെഫിനിഷൻ പറയുന്നുണ്ട്. ഡിഫൈൻഡ് പബ്ലിസിറ്റി ആസ് സപ്ലൈയിങ് ഇൻഫോർമേഷൻ ദാറ്റ് ഈസ് ഫാക്ച്വൽ, ഇൻട്രസ്റ്റിംഗ് ആൻഡ് ന്യൂസ് വർത്തി ടു മീഡിയ, നോട്ട് കൺട്രോൾഡ് ബൈ യു. അതായത് ഇത് പബ്ലിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സപ്ലൈയിങ് ഇൻഫോർമേഷൻ ആണ്. ദാറ്റ് ഈസ് ഫാക്ച്വൽ ആയിരിക്കും, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ന്യൂസ് വർത്തി ആയിരിക്കും. മീഡിയ വഴിയാണ് എന്ത് ചെയ്യുന്നത്, അത് പബ്ലിസിറ്റി നടത്തുന്നത്. ബട്ട് നോട്ട് കൺട്രോൾഡ് ബൈ യു അല്ലെ, നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. സോ പബ്ലിസിറ്റി റിഫേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ അബൌട്ട് എൻ ഓർഗനൈസേഷൻ അല്ലെ. ഒരു ഓർഗനൈസേഷൻ ഒരു കമ്മ്യൂണിക്കേഷൻ ആണിത്. ഇറ്റ്സ് പ്രൊഡക്റ്റ് ഓർ പോളിസീസ് ത്രൂ ദ മീഡിയ, നോട്ട് പെയ്ഡ് ഫോർ ബൈ ദ ഓർഗനൈസേഷൻ. അതായത് ആ ഒരു ഓർഗനൈസേഷൻ എന്ത് ചെയ്തിട്ടില്ല, പേയ്മെന്റ് നടത്തിയിട്ടില്ല അല്ലെ, പേ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പബ്ലിസിറ്റിയിൽ പറയുന്നത്. സോ it is refers to the generation of news about person, product or service. ഇതൊരു എന്താണ്, ന്യൂസ് ആണ്. ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചോ സർവീസിനെ കുറിച്ചുള്ള ന്യൂസ് ആണ് പബ്ലിസിറ്റി എന്ന് പറയുന്നത്. സോ ഇറ്റ് ക്യാൻ ബി ഡൺ ത്രൂ എ പ്രിന്റ് ഓർ ബ്രോഡ്കാസ്റ്റ് മീഡിയ. ഇതെങ്ങനെയാണ് നടത്തുന്നത് നോക്കാം. ഒരു പ്രിന്റ് അല്ലെങ്കിൽ ഒരു ബ്രോഡ്കാസ്റ്റ് മീഡിയയിലൂടെയാണ് പബ്ലിസിറ്റി നടത്തുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഫീച്ചേഴ്സ് ഓഫ് പബ്ലിസിറ്റി. പബ്ലിസിറ്റിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ മീനിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇറ്റ് ഈസ് നോൺ പേഴ്സണൽ മാസ് മീഡിയ ആണ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് കമേഴ്ഷ്യലി സിഗ്നിഫിക്കൻറ്റ് ന്യൂസ് ആണ്. ദെൻ ദർ ഈസ് നോ സ്പോൺസർ, അവിടെ സ്പോൺസർ ഉണ്ടായിരിക്കില്ല. ഇറ്റ് ഈസ് എ ഫോം ഓഫ് പബ്ലിക് റിലേഷൻ്റെ ഒരു ഫോം കൂടെയാണ് പബ്ലിസിറ്റി എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് മേ ബി ഗുഡ് ഓർ ബാഡ് അല്ലെ, ഇത് ഗുഡ് ആയിരിക്കാം അല്ലെങ്കിൽ ബാഡ് ആയിരിക്കാം. ദെൻ ഇറ്റ് ഈസ് നോട്ട് പെയ്ഡ് ഫോർ, കോസ്റ്റ് ഫ്രീ ആണ്. ഈ ഒരു പബ്ലിസിറ്റി എന്ന് പറയുന്നത് എന്താണ്, കോസ്റ്റ് ഫ്രീ ആണ് എന്നുള്ളതാണ്. ദെൻ ബെനഫിറ്റ്സ്, എന്തൊക്കെ ബെനഫിറ്റ്സ് ആണ് പബ്ലിസിറ്റിക്ക് ഉള്ളത് നോക്കാം. അപ്പോൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. ലെസ് കോസ്റ്റ്ലി ആണ്, അറ്റൻഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഇൻഫോർമേഷൻസ് കിട്ടുന്നുണ്ട്, ക്വിക്ക് റീച്ച് ഓഫ് ഇൻഫോർമേഷൻ അല്ലേ, ഇൻഫോർമേഷൻസ് പെട്ടെന്ന് എത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ ഗ്രേറ്റർ ക്രെഡിബിലിറ്റി ഉണ്ടാക്കുന്നുണ്ട്. ദെൻ ക്രിയേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ പ്രൊഡക്ട്സ്, പ്രൊഡക്റ്റിൻ്റെ മുകളിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്രയാണ് അതിൻ്റെ മെയിനായിട്ട് വരുന്ന ബെനഫിറ്റ്സ് ആയിട്ട് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ടൂൾസ് ഓഫ് പബ്ലിസിറ്റി. സോ സെവറൽ ഫോംസ് ഓഫ് പബ്ലിസിറ്റി അല്ലെങ്കിൽ ടൂൾസ് ക്യാൻ ബി യൂസ്ഡ് ബൈ എൻ ഓർഗനൈസേഷൻ. അല്ല, ഒരുപാട് ടൂൾസ് അല്ലെങ്കിൽ ഫോംസ് ഓഫ് പബ്ലിസിറ്റി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടൂൾസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ കുറച്ച് ടൂൾസ് പറയുന്നുണ്ട്. ഒന്ന് ന്യൂസ് റിലീസ് ആണ്, ദെൻ ഫീച്ചർ ആർട്ടിക്കിൾസ് ആണ്, ദെൻ ക്യാപ്ഷൻഡ് ഫോട്ടോഗ്രാഫ്, ദെൻ എഡിറ്റോറിയൽ ഫിലിം ഓർ ടേപ്പ്, ന്യൂസ് കോൺഫറൻസ്. ഇത്രയാണ് മെയിനായിട്ട് പറയുന്ന ടൂൾസ് എന്ന് പറയുന്നത്. സോ എന്താണ് ന്യൂസ് റിലീസ് എന്ന് നോക്കാം. ദിസ് ഈസ് യൂഷ്വലി എ സിംഗിൾ പേജ് ഓഫ് ടൈപ്പ് റിട്ടൺ കോപ്പി, അതായത് കണ്ടെയ്നിങ് ഫ്യൂവർ ദാൻ 300 വേർഡ്സ്, അതായത് 300 വേർഡ്സിൽ താഴെ വരുന്ന ഒരു സിംഗിൾ പേജ് ഓഫ് ടൈപ്പ് റിട്ടേൺ കോപ്പിയാണ് ന്യൂസ് റിലീസ് എന്ന് പറയുന്നത്. അബൌട്ട് എ ന്യൂസ് വർത്തി ഇവന്റ്, ഒരു ന്യൂസ് വർത്തി ഇവന്റിനെ കുറിച്ചിട്ടുള്ള എന്താണ്, ഒരു 300 വാക്കിൽ കുറവുള്ള അല്ലെങ്കിൽ വേർഡ്സിൽ കുറവുള്ള ഒരു സിംഗിൾ പേജ് ഓഫ് റിട്ടേൺ കോപ്പിയാണിത്. ദെൻ സെൻഡ് ടു ന്യൂസ് എഡിറ്റേഴ്സ് ഫോർ പോസിബിൾ പബ്ലിക്കേഷൻ. ഇത് ആർക്ക് സെൻഡ് ചെയ്യുന്നു, ന്യൂസ് എഡിറ്റേഴ്സിന് സെൻഡ് ചെയ്യുകയും പോസിബിൾ പബ്ലിക്കേഷനിൽ ന്യൂസ് എഡിറ്റേഴ്സിന് സെൻഡ് ചെയ്യുന്നു. ദിസ് ഈസ് ഓൾസോ നോൺ എസ് പ്രസ് റിലീസ്. ഇതിനെ പ്രസ് റിലീസ് എന്നുകൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ന്യൂസ് റിലീസ്. ദെൻ ഫീച്ചർ ആർട്ടിക്കിൾ ആണ്. ദിസ് ഈസ് ലോങ്ങർ മാനുസ്ക്രിപ്റ്റ് അപ് ടു 3000 വേർഡ്സ്. അപ്പോൾ ആ ന്യൂസ് റിലീസിനേക്കാളും കുറച്ചും കൂടെ ലോങ്ങർ ആയിട്ടുള്ള ഒരു മാനുസ്ക്രിപ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഫീച്ചർ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ എ സ്പെസിഫിക് പബ്ലിക്കേഷൻ, ഒരു സ്പെസിഫിക് പബ്ലിക്കേഷൻ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഫീച്ചർ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്.
ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ക്യാപ്ഷൻഡ് ഫോട്ടോഗ്രാഫ്. ഇറ്റ് ഈസ് എ ഫോട്ടോഗ്രാഫ് വിത്ത് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ എക്സ്പ്ലെയിനിങ് ദ പീപ്പിൾ ഓർ ഇവന്റ് പിക്ചേർഡ്. ഇതൊരു ഫോട്ടോഗ്രാഫാണ്. അതിൽ എന്തുണ്ടായിരിക്കുന്ന പറയുന്നത്, അതിൽ എക്സ്പ്ലെയിൻ ചെയ്യാണ് ആ ഒരു ഇവന്റോ അല്ലെങ്കിൽ ആ പീപ്പിളോ ആരെ പിക്ചർ ചെയ്തിട്ടുള്ളത് അവരെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു ഫോട്ടോഗ്രാഫാണിത്. ഇറ്റ് ഈസ് എഫക്റ്റീവ് ഫോർ ഇല്ലുസ്ട്രേറ്റിംഗ് എ ന്യൂ ഓർ ഇംപ്രൂവ്ഡ് പ്രൊഡക്റ്റ് വിത്ത് ഹൈലി വിസിബിൾ ഫീച്ചേഴ്സ്. ഇത് എഫക്റ്റീവ് ആണ് ഫോർ ഒരു ഇല്ലുസ്ട്രേറ്റിംഗ് ഒരു പുതിയ അല്ലെങ്കിൽ ഒരു ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റിന് അത് ഹൈലി വിസിബിൾ ഫീച്ചേഴ്സ് കാണിക്കാനായിട്ട് ഇത് കൂടുതൽ എഫക്റ്റീവ് ആണ് എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് എഡിറ്റോറിയൽ ഫിലിം ഓർ ടേപ്പ്. So an editorial film or tape may be distributed to broadcast stations. ഒരു ബ്രോഡ്കാസ്റ്റ് സ്റ്റേഷൻസിലൊക്കെയാണ് ഇങ്ങനെയുള്ള എഡിറ്റോറിയൽ ഫിലിം അല്ലെങ്കിൽ ടേപ്പ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓർ ന്യൂസ് പേപ്പേഴ്സ് ഇൻ ദ ഹോപ്പ് ദാറ്റ് കണ്ടന്റ്സ് വിൽ ബി യൂസ്ഡ് ഇൻ ന്യൂസ് സ്റ്റോറീസ്. അതിൽ ആ ഒരു ടേപ്പിലുള്ള കണ്ടന്റുകൾ ന്യൂസ് സ്റ്റോറീസ് ആയിട്ട് യൂസ് ചെയ്യും എന്നുള്ള ഒരു ഹോപ്പോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ന്യൂസ് പേപ്പേഴ്സിലും കൊടുക്കുന്നത്. അതാണ് എഡിറ്റോറിയൽ ഫിലിം ഓർ ടേപ്പ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ന്യൂസ് കോൺഫറൻസ് ആണ്. ദിസ് ഈസ് എ മീറ്റിംഗ് ഹെൽഡ് ഫോർ മീഡിയ റെപ്രസെൻറ്റേറ്റീവ്സ്. ഇതൊരു മീഡിയ റെപ്രസെൻറ്റേറ്റീവ്സിന് ഹെൽഡ് ചെയ്യുന്ന ഒരു മീറ്റിംഗ് ആണ്. അനൗൺസിങ് മേജർ ന്യൂസ് ഇവന്റ്, ഒരു മേജർ ന്യൂസ് ഇവന്റ്സുകളൊക്കെ അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് മീഡിയ റെപ്രസെൻറ്റേറ്റീവ്സിന് ഹെൽഡ് ചെയ്യുന്ന ഒരു മീറ്റിംഗ് ആണ് ന്യൂസ് കോൺഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് വരുന്ന ടൂൾസ് ഓഫ് പബ്ലിസിറ്റി ആയിട്ട് പറയുന്നത്. ഇനി നമുക്കതിൻ്റെ ഒരു ഡിഫറൻസ് നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ പബ്ലിസിറ്റി ആൻഡ് അഡ്വർടൈസിങ്. അഡ്വർടൈസിങ്ങും പബ്ലിസിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ അഡ്വർടൈസിങ് എന്ന് പറയുന്നത് ഒരു ഇൻഫോർമേറ്റീവ് ആൻഡ് പെർസേസീവ് ആണ് അല്ലേ. നമ്മൾ പറഞ്ഞു ഇൻഫോർമേഷൻസ് കൊടുക്കുന്നുണ്ട്, അത് വാങ്ങിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാക്കി എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. പബ്ലിസിറ്റി എന്ന് പറയുന്നത് ഓൺലി ഇൻഫോർമേറ്റീവ് മാത്രമാണ്. അഡ്വർടൈസിങ് ഒരു പെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. പബ്ലിസിറ്റി എന്ന് പറയുന്നത് നോൺ പെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മൾ പേയ്മെന്റ്സ് നടത്തുന്നില്ല എന്നുള്ളതാണ്. ദെൻ അഡ്വർടൈസിങ് നീഡ്സ് ഐഡന്റിഫൈഡ് സ്പോൺസേഴ്സ് അല്ലെ. അഡ്വർടൈസിങ് കൊടുക്കണമെങ്കിൽ ഐഡന്റിഫൈഡ് ആയിട്ടുള്ള സ്പോൺസേഴ്സിന് അവിടെ അത്യാവശ്യമാണ്. പബ്ലിസിറ്റിക്ക് ഐഡന്റിഫൈഡ് സ്പോൺസറുടെ ആവശ്യമില്ല എന്നുള്ളതാണ്. ദെൻ അഡ്വർടൈസിങ്ങിൽ ഫുൾ കൺട്രോൾ ഓവർ മെസ്സേജ്. ആ ഒരു മെസ്സേജിൽ ഫുൾ കൺട്രോൾ അഡ്വർടൈസിങ്ങിന് ഉണ്ടായിരിക്കും. പബ്ലിസിറ്റി നോ കൺട്രോൾ ഓവർ മെസ്സേജ് ആണ് അല്ലെ. മെസ്സേജിന്റെ മുകളിൽ കൺട്രോൾ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. ദെൻ അഡ്വർടൈസിങ് എന്ന് പറയുന്നത് ലെസ് ക്രെഡിബിൾ ആണ്. പബ്ലിസിറ്റി എന്ന് പറയുന്നത് മോർ ക്രെഡിബിൾ ആണ് എന്നുള്ളതാണ്. അത് പബ്ലിസിറ്റി എന്ന് പറയുന്നത് കൂടുതൽ വിശ്വാസമുള്ളതാണ് എന്നുള്ളതാണ്. അഡ്വർടൈസിങ് എന്ന് പറയുന്നത് അതിൽ കുറവായിരിക്കും വിശ്വാസം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് മെയിൻ ആയിട്ട് ഈ ഒരു പബ്ലിസിറ്റിയുടെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അഡ്വർടൈസിങ്ങും പബ്ലിസിറ്റിയും തമ്മിലുള്ള ഡിഫറൻസസ്. നെക്സ്റ്റ് പറയുന്നതാണ് പബ്ലിക് റിലേഷൻ. അപ്പോൾ പബ്ലിക് റിലേഷൻ ബേസിക്കലി ദർ ആർ 4 ഗ്രൂപ്പ്സ് ഓഫ് പബ്ലിക്. ഇവിടെ മെയിൻ ആയിട്ട് 4 ഗ്രൂപ്പ്സ് ഓഫ് പബ്ലിക് ആണുള്ളത്. കസ്റ്റമേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, എംപ്ലോയീസ് ആൻഡ് ദ കമ്മ്യൂണിറ്റി അല്ലേ. അതായത് ആ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കസ്റ്റമേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, എംപ്ലോയീസ്, കമ്മ്യൂണിറ്റി, ഇങ്ങനെ ഈ 4 ഗ്രൂപ്പുകൾ അടങ്ങിയിട്ടുള്ളതാണ് പബ്ലിക് റിലേഷൻ. സോ ദ മാർക്കറ്റർ ഷുഡ് എസ്റ്റാബ്ലിഷ് റിലേഷൻ വിത്ത് ദീസ് ഗ്രൂപ്പ്സ്. ഈ ഒരു ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് റിലേഷൻ എന്ത് ചെയ്തിരിക്കണം, മാർക്കറ്റർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിനെയാണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ കമ്മ്യൂണിക്കേഷൻ ടൂളാണ് അല്ലെ. പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ ടൂളാണ് എന്നുള്ളതാണ് പറയുന്നത്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ ഓൾ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ. എല്ലാ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷനും ഈ ഒരു പബ്ലിക് റിലേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഒരു ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ദ UK ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് റിലേഷൻ ഡിഫൈൻസ് പബ്ലിക് റിലേഷൻ ഈസ് ദ ഡെലിബറേറ്റ്ലി പ്ലാൻഡ് ആൻഡ് സസ്റ്റൈൻഡ് എഫോർട്ട് to establish and maintain mutual understanding between the organization and its public. അല്ലെ, ഒരു ഓർഗനൈസേഷനും അതുപോലെ തന്നെ അവരുടെ പബ്ലിക്കുമായി ബന്ധപ്പെട്ട് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്ന ഡെലിബറേറ്റ്ലി പ്ലാൻഡ് ആൻഡ് സസ്റ്റൈൻഡ് എഫോർട്ടുകളെയാണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. സോ to create a favorable atmosphere for conducting business ഓഫ് ദ ഫേം അല്ലെ. അതുകൊണ്ട് തന്നെ ആ ഒരു ബിസിനസ് കണ്ടക്ട് ചെയ്യാൻ, ആ ഫേമിന് ബിസിനസ് കണ്ടക്ട് ചെയ്യാൻ ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇതൊരു സെറ്റ് ഓഫ്, നമ്മൾ പറഞ്ഞു ഇതൊരു സെറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ കൂടെയാണ്. ദെൻ കമ്മ്യൂണിക്കേഷൻ എഫോർട്ട് യൂസ്ഡ് ടു ക്രിയേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ ഫേവറബിൾ റിലേഷൻഷിപ്പ്. ബിസിനസ് അവിടെ കണ്ടക്ട് ചെയ്യാൻ ഒരു ഫേവറബിൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. സോ അതിന് വേണ്ടിയിട്ട് ഇറ്റ് സെറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എഫോർട്സുകൾ, ഇത് ഈ ഒരു ഫേവറബിൾ ആയിട്ടുള്ള
റിലേഷൻഷിപ്പ് ഓർഗനൈസേഷനും അവരുടെ പബ്ലിക്കും തമ്മിൽ ഒരു ഫേവറബിൾ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന എഫേർട്ടുകളെയാണ് എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് സെറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എഫേർട്സിനെയാണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. സോ പബ്ലിക് റിലേഷൻ ഇൻവോൾവ് ടോട്ടൽ പ്രോസസ് ഓഫ് മെയിൻറ്റെയിൻ ഗുഡ് റിലേഷൻസ്, അല്ലെ ഒരു ഗുഡ് റിലേഷനാണ് പബ്ലിക്കുമായിട്ട് എന്ത് ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഇംപ്രൂവ് ദ ഇമേജ് ഫോർ ദ ഫേം ഇൻ ദ ഐസ് ഓഫ് ദ പബ്ലിക്, അല്ലെ ആ പബ്ലിക്കിന് റിലേഷൻ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അവരുടെ ഒരു ഇമേജ് ആണ് ഇന്നത് ഇംപ്രൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ ദ ടേം പബ്ലിക് റിഫേഴ്സ് ടു ദോസ് ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ, നമ്മൾ പറഞ്ഞു ആരൊക്കെയെന്നുള്ളത്, ഹൂ ദ ഓർഗനൈസേഷൻ വാണ്ട്സ് ടു കമ്മ്യൂണിക്കേറ്റ് സ്പെസിഫിക്കലി, ഓർഗനൈസേഷൻ സ്പെസിഫിക്കലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന ആളുകളുടെ ഒരു ഗ്രൂപ്പാണത്. ആ ഒരു ഗ്രൂപ്പിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ആരൊക്കെയെന്നുള്ളത് നമ്മൾ പറഞ്ഞതായിരുന്നു, അല്ലെ കസ്റ്റമേഴ്സ് വരുന്നുണ്ട്, ഷെയർ ഹോൾഡേഴ്സ് വരുന്നുണ്ട്, എംപ്ലോയീസ് ആൻഡ് കമ്മ്യൂണിറ്റി. പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് ഒരു ഡെവലപ്മെന്റ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ദ ഡിഫറെന്റ് പബ്ലിക്സ്, അല്ലെ ഡിഫറെന്റ് പബ്ലിക്കുമായിട്ട് എന്താണ് ഒരു ഗുഡ് റിലേഷൻ ഉണ്ടാക്കി എടുക്കുക അല്ലെങ്കിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്നുള്ളതാണ് പബ്ലിക് റിലേഷന് മെയിൻ ആയിട്ട് എടുത്ത് പറയുന്നത്. സോ ഇത്രയാണ് അതിന്റെ ഒരു മീനിങ് ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് അതിന്റെ ഒരു ഒബ്ജക്റ്റീവ്സ്, പബ്ലിക് റിലേഷനുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ഉണ്ടെന്ന് നോക്കാം. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു പ്രൊമോട്ട് പ്രൊഡക്റ്റ്, ഐഡിയ, ഓർഗനൈസേഷൻ എക്സെട്ര ആണ്, അല്ലെ ഒരു പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ ഐഡിയ, ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടു ബിൽഡ് ക്രെഡിബിലിറ്റി ആൻഡ് ഇമേജ് ഓഫ് ദ കമ്പനി, കമ്പനിയുടെ ഇമേജ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ക്രെഡിബിലിറ്റി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ ടു റെഡ്യൂസ് പ്രൊമോഷൻ കോസ്റ്റ്, അല്ലെ ഒരുപാട് പ്രൊമോഷൻ കോസ്റ്റുകളൊക്കെ ഒരുപാട് കൂടുതലായിരിക്കും അഡ്വർടൈസിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ. അപ്പോൾ പ്രൊമോഷൻ കോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ടു മോട്ടിവേറ്റ് ആൻഡ് ഹെൽപ്പ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആൻഡ് സെയിൽസ് ഫോഴ്സ് ടു സെൽ ദ പ്രൊഡക്റ്റ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും അതുപോലെ തന്നെ നമ്മുടെ സെയിൽസ് ഫോഴ്സ് ഉണ്ടായിരിക്കുമല്ലോ അവരെയും നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു പ്രൊഡക്റ്റ് സെൽ ചെയ്യാൻ വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലൂടെ പബ്ലിക് റിലേഷനിലൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ടു ഏൺ സപ്പോർട്ട് ഓഫ് ദ പബ്ലിക്കിന് വേണ്ട സപ്പോർട്ടുകൾ കൊടുക്കുന്നുണ്ട്. ദെൻ ടു ഹെൽപ്പ് ഓവർകം നെഗറ്റീവ് പബ്ലിസിറ്റി, ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ഓവർകം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടു ഇൻഫ്ലുവൻസ് ദ ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ ആൻഡ് ഒപ്പീനിയൻ ഓഫ് ദ പീപ്പിൾ, അല്ലെ ആളുകളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, അവരുടെ ബിഹേവിയർ എങ്ങനെയാണ്, അവരുടെ ഒപ്പീനിയൻ എങ്ങനെയാണ്, ഇതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മെയിൻ ആയിട്ട് വരുന്ന ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഇമ്പോർട്ടൻസ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് പബ്ലിക് റിലേഷൻ. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് ഇറ്റ് ഹാസ് എ സ്ട്രോങ് ഇമ്പാക്ട് ഓൺ പബ്ലിക് അവയർനെസ്, അല്ലെ പബ്ലിക് അവയർനെസ്സിൽ ഒരു സ്ട്രോങ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അറ്റ് എ ലോവർ കോസ്റ്റ് ദാൻ അഡ്വർടൈസിനേക്കാളും ഒരു ലോവർ കോസ്റ്റ് ആണ് ഈ ഒരു പബ്ലിക് റിലേഷൻ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ദെൻ ഇറ്റ് ഹെൽപ്സ് ഇൻ ക്രിയേറ്റിംഗ് ഗുഡ് ആൻഡ് ഫേവറബിൾ ഇമേജ് ഓഫ് ദ കമ്പനി, ഒരു കമ്പനിയുടെ ഗുഡായിട്ടും അതുപോലെ തന്നെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്നുണ്ട്. ദെൻ ഇറ്റ് ഹെൽപ്സ് ഇൻ ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ പ്രൊഡക്റ്റ്, അല്ലെ പുതിയ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ദെൻ ഇറ്റ് ഈസ് മോർ ക്രെഡിബിൾ ദാൻ അഡ്വർടൈസിനേക്കാളും കൂടുതൽ ക്രെഡിബിലിറ്റി ഉണ്ട്. ദെൻ ഇറ്റ് പ്രൊവൈഡ് എംപ്ലോയ്മെന്റ് ടു പീപ്പിൾ, ആളുകൾക്ക് എംപ്ലോയ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് ഹാസ് ദ എബിലിറ്റി ടു റീച്ച് സ്പെസിഫിക് ഗ്രൂപ്പ്സ്, ഒരു സ്പെസിഫിക് ഗ്രൂപ്പിലേക്ക് എത്താനുള്ള എബിലിറ്റി ഉണ്ട്, ഈ ഒരു പബ്ലിക് റിലേഷനിലൂടെ എത്താനുള്ള ഒരു എബിലിറ്റി അവിടെ ഉണ്ട്. ദെൻ ഇറ്റ് ഗീവ്സ് കോമ്പറ്റേറ്റീവ് എഡ്ജ് ടു ദ കമ്പനി ഓവർ ഇറ്റ്സ് കോമ്പറ്റീറ്റേഴ്സ്, അതൊരു കോമ്പറ്റേറ്റീവ് എഡ്ജ് കമ്പനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ നൽകുന്നുണ്ട് എന്നുള്ളതാണ് മെയിൻ ആയിട്ട് വരുന്ന ഇമ്പോർട്ടൻസ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് പബ്ലിക് റിലേഷനിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് മേജർ ടൂൾസ് ഓഫ് പബ്ലിക് റിലേഷൻ, PR മിക്സ് എന്നും കൂടെ പറയുന്നുണ്ട്, അതായത് പബ്ലിക് റിലേഷൻ മിക്സ് എന്നും കൂടെ പറയുന്നുണ്ട്. So firms use a variety of public relation tools to convey the message, to create image. ഇമ്പോർട്ടൻറ്റ് പബ്ലിക് റിലേഷൻ ടൂൾസ് നമ്മളിവിടെ പറയുന്നുണ്ട്. അതായത് ഫേം ഒരുപാട് വെറൈറ്റി ഓഫ് പബ്ലിക് റിലേഷൻ ടൂൾസുകൾ ഉപയോഗിക്കുന്നുണ്ട്, ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാനും അതുപോലെ തന്നെ മെസ്സേജുകൾ കൺവേ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ടൂൾസ് യൂസ് ചെയ്യുന്നത്. ഏതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂൾസ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ പറയുന്നതാണ് ന്യൂസ് ആൻഡ് പ്രസ് റിലീസ്, അല്ലെ ന്യൂസസ് ആൻഡ് പ്രസ് റിലീസ് എന്ന് പറയുന്നത് ഇറ്റ് ക്രിയേറ്റ് ഫേവറബിൾ ന്യൂസ് അബൌട്ട് ദ കമ്പനി ആൻഡ് ഇറ്റ്സ് പ്രൊഡക്റ്റ്, അല്ലെ ഒരു ന്യൂസ് ആൻഡ് പ്രസ് റിലീസ് ടു ക്രിയേറ്റ് ഫേവറബിൾ ന്യൂസ്, നമ്മുടെ കമ്പനിയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ പ്രൊഡക്റ്റുകളെ കുറിച്ചിട്ടുള്ള ഫേവറബിൾ ആയിട്ടുള്ള ന്യൂസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ന്യൂസ് ആൻഡ് പ്രസ് റിലീസിൽ പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് പറയുന്നതാണ് സ്പീച്ചസ്. സ്പീച്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി എക്സിക്യൂട്ടീവ്സ് ഫീൽഡ് ക്വസ്റ്റ്യൻസ് ഫ്രം ദ മീഡിയ ഓർ സെയിൽസ് മീറ്റിംഗ്, അല്ലെ മീഡിയയിൽ നിന്നോ അല്ലെങ്കിൽ സെയിൽസ് മീറ്റിംഗിൽ നിന്നോ കമ്പനീസ് എക്സിക്യൂട്ടീവ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് ഫീൽഡ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഓൾസോ ക്രിയേറ്റ് പബ്ലിസിറ്റി ടു ദ കമ്പനി, അപ്പോൾ ഇതിലൂടെയും എന്ത് ചെയ്യുന്നുണ്ട്, പബ്ലിസിറ്റി, കമ്പനിയുടെ പബ്ലിസിറ്റി ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് സ്പെഷ്യൽ ഇവന്റ്സ്, അതായത്
to capture the attention of public companies can organize and sponsor a number of special events such as sports, tournament, music, dance, etc. അതായത് ഒരു പബ്ലിക് കമ്പനീസിന് ഒരു അറ്റൻഷൻ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഇവന്റുകൾ, സ്പോർട്സ്, അതുപോലെ തന്നെ ടൂർണമെന്റ്സ് അല്ലെ, അതുപോലെ മ്യൂസിക്, ഡാൻസ്, അങ്ങനെയുള്ള കുറച്ച് സ്പെഷ്യൽ ഇവന്റ്സുകളൊക്കെ സ്പോൺസർ ആയിട്ട് വരും, അല്ലെങ്കിൽ അത് ഓർഗനൈസ് ചെയ്യും. അപ്പൊ അതിലൂടെ പബ്ലിക് കമ്പനീസിന് എന്തെങ്കിലും ഒരു അറ്റൻഷൻ കിട്ടുന്നുണ്ട്. അതാണ് സ്പെഷ്യൽ ഇവന്റ്സ് വരുന്നത്. അതായത് കമ്പനീസ് ഓർഗനൈസ് ചെയ്യാണ് അത്തരം പ്രോഗ്രാംസ് ഒക്കെ. അപ്പൊ അതിലൂടെ ആ ഒരു കമ്പനിയെ കുറിച്ചിട്ട് ആളുകൾ അറിയുന്നു. അതാണ് സ്പെഷ്യൽ ഇവന്റ്സ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്ന ഒരു ടൂളാണ് റിട്ടേൺ മെറ്റീരിയൽ. അതായത് അനദർ ടൂൾ ഓഫ് പബ്ലിക് റിലേഷൻ ഈസ് റിട്ടേൺ മെറ്റീരിയൽ. ദീസ് include brochures, articles, company newsletters, companies magazines, annual reports, etc. So communicate information about the company to the public. ആർട്ടിക്കിൾസ്, മാഗസിൻസ്, ഇതൊക്കെ റിട്ടേൺ മെറ്റീരിയൽ വരുന്നതാണ്. അപ്പോൾ അതിലൂടെ ഈ ഒരു കമ്പനിയെ കുറിച്ചിട്ട് എന്താണ് പബ്ലിക്കിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഓഡിയോ വിഷ്വൽ മെറ്റീരിയൽ. അതായത് ഓഡിയോ വിഷ്വൽ മെറ്റീരിയൽ സച്ചസ് ഫിലിം, വീഡിയോ, അതുപോലെ തന്നെ ഓഡിയോ കാസറ്റ്, ഇതൊക്കെ അതിന് സ്ലൈഡ്സ്, സൗണ്ട് പ്രോഗ്രാംസ്, അതൊക്കെ പബ്ലിക് റിലേഷൻ ടൂളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് കോൺട്രിബ്യൂഷൻ ടു സോഷ്യൽ സർവീസ് ആക്ടിവിറ്റീസ്. അതായത് കമ്പനീസ് ക്യാൻ ഇംപ്രൂവ് ദയർ ഇമേജ് ബൈ കോൺട്രിബ്യൂട്ടിംഗ് മണി ആൻഡ് ടൈം ടു സോഷ്യൽ സർവീസ് ആക്ടിവിറ്റീസ്. ഇപ്പൊ കമ്പനീസ് ഒരുപാട് സോഷ്യൽ സർവീസ് ആക്ടിവിറ്റീസിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മണി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൂടെ അവരുടെ ഒരു ഇമേജ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ. കൂടുതൽ സോഷ്യൽ സർവീസ് ചെയ്യുന്ന ഒരു കമ്പനീസ് ഒക്കെ ആണെങ്കിൽ കൂടുതൽ ആളുകൾ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അതിലൂടെ ആ ഒരു കമ്പനിയുടെ ഇമേജ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതും ഒരു ടൂളാണ്. ദെൻ നെക്സ്റ്റ് വരുന്ന ടൂളാണ് എക്സ്ക്ലൂസീവ് സ്റ്റോറീസ്. ഇൻ കേസ് the company may invite a journalist and do an exclusive story on the firm. അല്ലേ, ഇവിടെ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനി ഒരു ജേർണലിസ്റ്റിനെ എന്ത് ചെയ്യാണ്, ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഒരു ഫേമിനെ കുറിച്ചിട്ട് ഒരു എക്സ്ക്ലൂസീവ് സ്റ്റോറി ഉണ്ടാക്കാനായിട്ട് പറയുന്നു. അപ്പോൾ അതിലൂടെയും എന്ത് ചെയ്യുന്ന ആളുകളിലേക്ക് ഈ ഒരു കമ്പനിയെ കുറിച്ചിട്ട് എത്തുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് സോഷ്യൽ നെറ്റ്വർക്കിംഗ്. അത് നമ്മളൊക്കെ അറിയാവുന്ന കാര്യമാണ്. സോഷ്യൽ നെറ്റ്വർക്ക്സ് ഹാവ് എ വൈബ്രന്റ് ബിൽറ്റ് ഇൻ കമ്മ്യൂണിറ്റി ദാറ്റ് മേ ബി ഇൻട്രസ്റ്റഡ് ഇൻ ബിസിനസ് ന്യൂസ്. അതായത് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് സച്ച് ആസ് ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, യൂട്യൂബ് എക്സെട്ര ക്യാൻ ബി യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ് ഇമേജ് ഫോർ ദ കമ്പനി ആൻഡ് ഇറ്റ്സ് പ്രൊഡക്റ്റ്. അല്ലെ, ഒരുപാട് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളുണ്ട്, ഫേസ്ബുക്ക്, വാട്സപ്പ്, യൂട്യൂബ് തുടങ്ങിയിട്ടുള്ള. അപ്പം അതിലൂടെയൊക്കെ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചും കമ്പനിയെ കുറിച്ചിട്ടും കൂടുതലായിട്ട് ഇമേജസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പം ഇത്രയാണ് മെയിൻ ആയിട്ട് വരുന്ന ടൂൾസ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് Philip Kotler has coined a term called pencils, PENCILS, of public relation എന്ന് പറയുന്നുണ്ട്. ആ ഒരു ക്യാച്ച് വേർഡ് നമ്മൾ ഒന്നും കൂടെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്താൽ സ്റ്റാൻഡ് ചെയ്യുന്നത് എന്താണെന്ന് നോക്കാം. P stands for publication, E stands for events, N for news, C for community involvement, I for identity tools, L for lobbying ആൻഡ് എസ് ഫോർ സോഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അപ്പം ഇതാണ് മെയിനായിട്ട് പബ്ലിക് റിലേഷൻസിൽ വരുന്ന ആ ഒരു ടേം എന്ന് പറയുന്നത്. സോ ഇത്രയാണ് മെയിനായിട്ട് വരുന്ന മേജർ ടൂൾസ് ആയിട്ട് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ പബ്ലിസിറ്റി ആൻഡ് പബ്ലിക് റിലേഷൻ. ഈ ഒരു പബ്ലിസിറ്റിയും പബ്ലിക് റിലേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ പബ്ലിസിറ്റി ഈസ് നോട്ട് ദ സെയിം ആസ് പബ്ലിക് റിലേഷൻ അല്ലേ. പബ്ലിക് റിലേഷൻ്റെ സെയിം അല്ല പബ്ലിസിറ്റി എന്ന് പറയുന്നത്. സോ കുറച്ച് ഡിഫറൻസുകൾ അതിനുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത് പറയുന്നതാണ് പബ്ലിസിറ്റി എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടേം സ്ട്രാറ്റജിയാണ്. പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് അല്ലേ. പബ്ലിസിറ്റി ചിലപ്പോൾ കുറച്ച് അതിൻ്റെ ഒരു കാലാവധി എന്ന് പറയുന്നത് വളരെ കുറച്ചായിരിക്കും. പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് പക്ഷേ അങ്ങനെയല്ല, ലോങ് ടേമിലേക്കുള്ള ഒരു സ്ട്രാറ്റജിയാണത്. പബ്ലിസിറ്റി എന്ന് പറയുന്നത് പോസിറ്റീവ് ആവാം അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം. പക്ഷേ പബ്ലിക് റിലേഷൻ എപ്പോഴും ചെയ്യുക എങ്ങനെയാണ്, പോസിറ്റീവ് ആയിട്ടാണ്. പബ്ലിസിറ്റി ചെയ്യുന്നത് ഫ്രീ ആയിട്ടാണ്, പക്ഷേ പബ്ലിക് റിലേഷൻ ഫ്രീ അല്ല. ദെൻ പബ്ലിസിറ്റി എന്ന് പറയുന്നത് പബ്ലിക് റിലേഷൻ്റെ ഒരു പാർട്ടാണ്. പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇൻക്ലൂഡ് നോട്ട് ഓൺലി പബ്ലിസിറ്റി ബട്ട് ഓൾസോ സെവറൽ അതർ ടൂൾസ്. ഇതിൽ പബ്ലിക് റിലേഷനിൽ പബ്ലിസിറ്റി മാത്രമല്ല വരുന്നത്, ഒരുപാട് മറ്റു ടൂളുകളും ഈ ഒരു പബ്ലിക് റിലേഷനിൽ ഇൻവോൾവ്ഡ് ആണ്.
ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഇറ്റ് യൂസേഴ്സ് പബ്ലിസിറ്റി യൂസേഴ്സ് പ്രസ് റിലീസ് ടു അച്ചീവ് ദ പർപ്പസ്. അതായത് പർപ്പസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പബ്ലിസിറ്റി പ്രസ് റിലീസ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പബ്ലിക് റിലേഷൻ യൂസേഴ്സ് സ്പോൺസേർഡ് ഇവന്റ് ടു അച്ചീവ് ദ പർപ്പസ്. അല്ലെ, ആ ഒരു പർപ്പസ് അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സ്പോൺസേർഡ് ഇവന്റുകളാണ് യൂസ് ചെയ്യുന്നത്. പബ്ലിസിറ്റിയിൽ എന്താണ് യൂസ് ചെയ്യുന്നത്? പ്രസ് റിലീസ് ആണ് യൂസ് ചെയ്യുന്നത്, മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ടൂൾ എന്ന് പറയുന്നത്. സോ ഇത്രയാണ് മേജർ ഡിഫറൻസസ് ബിറ്റ്വീൻ പബ്ലിസിറ്റി ആൻഡ് പബ്ലിക് റിലേഷൻ. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പബ്ലിസിറ്റിയും അതുപോലെ തന്നെ പബ്ലിക് റിലേഷനുമായിരുന്നു.